யாரை பார்த்து என்ன கேள்வி கேட்குற മച്ചാ അങ്ങനെയല്ലേ? അല്ല, ഇതുപോലെയൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്. പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ ബേസായിട്ട് കുറച്ച് ക്ഷമ വേണം. അത്ര ക്ഷമ എനിക്കില്ല. ഇത്രയും രസകരമായിട്ട് ഇത് ചെയ്യാൻ വേണ്ടി ക്ഷമ കാണിക്കുന്ന, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടുള്ള ക്ഷമ ഉള്ള ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. അയകിട് അക്ഷയൻ്റെ വർക്കുകൾ ഇതൊക്കെ അല്ലേ? കുറേ ക്ഷമ വേണം ഇതിന്. നല്ല ക്ഷമ വേണം. ഇതിന് മാത്രമാണോ ക്ഷമ ഉള്ളൂ? ഇതിന് മാത്രമേ ക്ഷമയുള്ളൂ. ഓക്കെ അക്ഷയ, വെൽക്കം ടു ഷീ മാറ്റേഴ്സ്. ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയിട്ടല്ല, ഞാനൊരു ലാബ് ടെക്നീഷ്യൻ ആണ്. അപ്പം ബാക്കിയുള്ള സമയങ്ങൾ ഞാൻ ആർട്ടിന് വേണ്ടി ചെലവഴിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഈ ഒരു സാധാരണ ആർട്ട് എന്ന് പറയുമ്പോൾ ചിത്രം വരക്കാൻ ആൾക്കാർ പോകാറുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കുഞ്ഞു വരുമ്പോൾ ചെയ്തു വെച്ച സംഭവങ്ങളുണ്ടല്ലോ ഈ ബോട്ടിലിൽ. പക്ഷേ ഈ ഓലയിലെ ചിത്രം വരക്കുക, ഇലയിൽ ചിത്രം വരക്കുക കുറച്ച് റിസ്ക് അല്ലേ? ആരാണ് ഇതിലേക്ക് നയിച്ചുകൊണ്ടാണ് നിങ്ങളുടെ സംഭവത്തിലേക്ക്? ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ ബോട്ടിൽ ആർട്ട്, പിന്നെ അല്ലാത്ത കുറേ വർക്കുകളുണ്ട്. പിന്നെ പെൻസിൽ കൊണ്ട് വരയ്ക്കും, അങ്ങനെ പിന്നെ സ്റ്റെൻസിൽ വരയ്ക്കായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഞാൻ ലീഫ് ആർട്ടിലേക്ക് കടന്നത്. അപ്പം ലീഫ് ആർട്ട് ഞാൻ തുടങ്ങുന്നത് ലോക്ക്ഡൗൺ ടൈമിലാണ്. ജസ്റ്റ് ഇൻസ്റ്റയിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ലീഫ് ആർട്ട് കണ്ടപ്പോൾ ആ വർക്ക് അടിപൊളിയാണ്, ഇതുവരെ അധികം ചെയ്യാത്ത ഒരു വെറൈറ്റി സംഭവമാണല്ലോ. അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ആവുന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ അതൊന്ന് ക്ലിക്കായി. അങ്ങനെ റെക്കോർഡ്സ് ഒക്കെ കിട്ടി അല്ലേ? ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ കിട്ടി. ഇതിന്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന മോട്ടീവ് ഫോഴ്സ് ആണോ നമ്മൾ അവിടുന്ന് നോക്കി നിൽക്കുന്നത്? ആണോ? അതെ. സാധാരണ നമുക്ക് വീട്ടിൽ നിന്ന് അധികം സപ്പോർട്ട് ഇത്തരം കാര്യങ്ങൾക്ക് കിട്ടില്ല. കാരണം വർക്ക് റിലേറ്റഡ് ആയിട്ട് തന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കും. അമ്മയാണോ ഇതിന്റെ പിന്നിലത്തെ ആള്? എന്ത് വേണമെങ്കിലും ചെയ്തോടെ. രാവിലെ അവിടെ ഫോണും വെച്ചാൽ ഈ ലോക്ക്ഡൌൺ സമയം ഒരു വർഷം വെറുതെ ഇരുന്ന് വിട്ടു. അപ്പം ഈ കൊറോണ സമയം അപ്പം എവിടെയെങ്കിലും പറഞ്ഞേക്കാൻ പേടിയല്ലേ? എവിടെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയും വിട്ടില്ല. അപ്പോൾ ഒരു വർഷം വിട്ടിരുന്നപ്പം ഈ ഫോണും വെച്ച് കിടപ്പാ. ഇതിന് എന്താ സെർച്ച് ചെയ്യുന്ന വെച്ചാൽ എന്തെങ്കിലും നായി തീരണം. ചെറിയ ആള് അവളെ അനിയത്തി SLC ഫുൾ A+, +2 ഫുൾ A+. ഈ പ്രാവശ്യം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ MBS അഡ്മിഷൻ കിട്ടി. അന്നപ്പം അതുപോലെ പഠിച്ചു തരാനുള്ള ഒരു മൂഡ് കാണുന്നില്ല. എന്തെങ്കിലും ഒന്ന് ആയിത്തീരണം. അപ്പോഴോട് പറയും ഞാൻ എന്തെങ്കിലും ലെവലിലെത്തും, എന്നെ അവിടെ ഇന്റർവ്യൂ ചെയ്യാൻ ആള് വരും, ഞാൻ ലെവലിലെത്തിയോ നിനക്ക് കാണിച്ച റെഡി എന്ന് പറയും അനിയത്തിനോട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആകണം. അപ്പൊ ഈ റെക്കോർഡിനെയൊക്കെ പറ്റി കേട്ടപ്പോ അതെനിക്കും കിട്ടണം എന്നുള്ള ഒരു ആകാംക്ഷയില് ഒക്കെ തുടങ്ങി. അമ്മയും വിചാരിച്ചിട്ടുണ്ടാവും ഈ വീട്ടിലിരിക്കല്ലേ, വീട്ടിൽ നിന്ന് ഇപ്പൊ പുറത്തിറങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്നല്ലേ? ഞാനൊരു ദിവസം 4 ഫേസ് ഒക്കെയാണ് സാധാരണ ചെയ്യാറ്. ഓല എടുക്കുമ്പോൾ കാരണം കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഓല എത്തും. അപ്പോൾ ഏതായാലും ഓല എടുക്കല്ലേ എന്നുള്ള രീതിയിൽ സാധാരണ 4 ഫേസ് ഒക്കെ ചെയ്യലുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ഡേ ഫുള്ളിരുന്ന് വർക്ക് ചെയ്യാനായിട്ട് ഇരിക്കണം. ആദ്യമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ഓലയിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്തത് നിവിൻ പോളി, അതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരുപാട് അപ്രിസിയേഷൻസ് അടുത്തേക്ക് കടന്നത്. ഈ ലീഫ് വർക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ലീഫ് അങ്ങനെയുണ്ടോ? തേക്കിന്റെ ഇലയിൽ ചെയ്യുന്ന ആളുകളുണ്ട്, പ്ലാവിലയിൽ. ഞാൻ പ്ലാവിലയിലാണ് ചെയ്യാറുള്ളത്. പിന്നെ ഓലയിലും ചെയ്യും. ഇത് ഉണങ്ങിപ്പോലെ? ഓലയാണെങ്കിൽ എന്തായാലും കുറച്ച് ദിവസമേ നിൽക്കുള്ളൂ. മറ്റേ നമുക്ക് വാർണിഷ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഈ എല്ലാ ഇലയും ഒന്നും നമുക്ക് വലിയ സൈസിൽ ഉണ്ടാവില്ല. അപ്പൊ വലിയ സൈസിലുള്ള ഇലയും തപ്പിപ്പിടിച്ച് എവിടെങ്കിലൊക്കെ പോയി പറിക്കണം. അപ്പൊ ഈ അക്ഷയന്റെ വർക്കിന്റെ പിന്നിൽ അച്ഛന്റെയും അമ്മേന്റെയും കഠിന പ്രയത്നം ഉണ്ടല്ലേ? അച്ഛന്റെയും അമ്മേന്റെയും അനിയത്തിന്റെ എല്ലാവരുടെയും. ഓക്കെ, ചെയ്തിട്ടുള്ള വർക്കിൽ ഈ പറഞ്ഞതുപോലെ റെക്കഗ്നൈസ് ചെയ്തിട്ട്, ഇപ്പം ഏതെങ്കിലും സെലിബ്രിറ്റീസിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അവരത് അപ്രീഷിയേറ്റ് ചെയ്ത മൊമെന്റ്സ് എന്തായിട്ടാണ്? ഈ കമൽഹാസന്റെ ലേറ്റസ്റ്റ് ആയി ചെയ്ത കമൽഹാസന്റെ ഇത് കണ്ടിട്ട് ശ്രുതി ഹാസൻ മാം അത് അവരുടെ ഇൻസ്റ്റയിൽ അത് കണ്ടപ്പോഴായിരുന്നു അവര് സ്റ്റണ്ണിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്ഷനൊക്കെ ആയിട്ടാ. അത് തന്നെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി. ഞാൻ ഡ്യൂട്ടിന്റെ ഇടയിൽ ഇങ്ങനെ ജസ്റ്റ് ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് കാണുന്നത്. അപ്പൊ ഞാനൊക്കെ ഷോക്കായി പോയി, എന്താ ചെയ്യേണ്ട അറിയില്ല. ഞാനിങ്ങനെ ഷോക്കായി നിൽക്കുക. അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് എനിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഫുള്ള് സന്തോഷത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു മൊമെന്റ് ആയിരുന്നു.
എങ്ങനെയാ ഇതിന്റെ ഒരു പരിപാടി? ലൈക്ക് സെല്ലോ ടാപ്പ് ഒട്ടിച്ച് കട്ട് ചെയ്യാണ് എന്താ ചെയ്യുന്നത്? ആദ്യം ഓല എടുത്തിട്ട് തിരിച്ചിടും, എന്നിട്ട് ഫുൾ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കും, എന്നിട്ട് നേരെ വെച്ചിട്ട് ഒരു ഫോട്ടോനെ നമ്മൾ സ്റ്റെൻസിൽ രൂപത്തിലാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് വരയ്ക്കുക. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപമാക്കിയിട്ട് അപ്പോൾ അതിൽ അത് നോക്കിയിട്ട് വരയ്ക്കണം ഫുള്ളായിട്ട്. അത് വരച്ചതിന് ശേഷം കാർവിംഗ് ബ്ലേഡ് വെച്ചിട്ട് മുറിച്ചെടുക്കുക ചെയ്യാം. അപ്പോൾ അത് മുറിച്ചെടുത്ത് പിന്നെ അവസാനം അത് നമ്മൾ ആകാശത്തെ നോക്കുമ്പോഴാണ് കറക്റ്റ് ഫേസ് ആയോ അല്ലയോ നമുക്ക് അറിയാൻ പറ്റും. ബുക്ക് ഓഫ് റെക്കോർഡ്സ് അതിലേക്ക് എത്തിപ്പെട്ട കഥ എന്ന് പറയുമോ? അത് ഇൻസ്റ്റയിൽ ഒരു കുട്ടിക്ക് ഇത് കിട്ടിയ കണ്ടപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു എനിക്കും വേണമെന്ന്. അപ്പോൾ അമ്മ വിചാരിച്ചു വല്ല ഫുഡ് ഐറ്റംസ് എങ്ങാനും വാങ്ങി കഴിക്കേണ്ട കാര്യമാണ് പറയുന്നത് വിചാരിച്ചിട്ട് അമ്മ വെച്ച് എന്താ നിനക്ക് വേണ്ടത്, എന്താ നിനക്ക് വേണ്ട വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ്. അപ്പോൾ അമ്മ വിചാരിച്ചു അതെന്താ ഇപ്പോൾ സംഭവം, അമ്മയ്ക്ക് അറിയില്ല. ഞാനും ആ ഒരു ടൈമിലാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ റെക്കോർഡ്സ് ഒക്കെ ഉണ്ടെന്ന് അറിയുന്നത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇതിനെക്കുറിച്ചൊക്കെ ഞാനും ആ ഒരു ലോക്ക്ഡൗൺ ടൈമിലാണ് അറിയുന്നത്. അങ്ങനെ എങ്ങനെ അപ്ലൈ ചെയ്യണം തോന്നി. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവരെനിക്ക് അതിൻ്റെ ഫോം ഉണ്ട് അത് അയച്ചു തന്നു. അങ്ങനെ അയച്ച് ജസ്റ്റ് ഒരു കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ആർട്ടിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരണം എന്നുള്ളത് എൻ്റെ വലിയൊരു ഡ്രീമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചുമ്മാ ഒന്ന് കയറി അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ ഒരു 7 ദിവസത്തിനുള്ളിൽ മറുപടി വന്ന് ഈ ടൈറ്റിൽ വേറെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അതായത് കാവ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ അയച്ചു കൊടുത്ത് അങ്ങനെ അതിന് ശേഷം പിന്നെ വെയിറ്റ് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ മെയിൽ വന്നു. പിന്നെ അതിന് ശേഷം മെഡലും സാധനങ്ങളൊക്കെ അവർ കൊറിയർ അയച്ചു. ലോക്ക്ഡൌൺ സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ ക്രിയേറ്റീവായ ആളുകൾക്ക് ആക്ച്വലി 2020 ഒരു അനുഗ്രഹമാണ്. അതെ, എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ എല്ലാവർക്കും 2020 പറയുന്നത് അത്ര നല്ലൊരു വർഷമല്ല. കാരണം കോവിഡൊക്കെ വായിച്ച് ജോലി നഷ്ടപ്പെട്ട കുറേ ആളുകളുണ്ട്. വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ കൊറോണ വന്നൊരു പേഷ്യൻസ് അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പോൾ ഫുൾ സാഡ് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം 2020 എന്ന് പറയുന്നത് അതെ എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റിയ ഒരു വർഷമാണ്. അപ്പോൾ 2020 തുടങ്ങിയതും അതെ കുറേ നല്ല കാര്യങ്ങൾ 2021 തുടങ്ങിയപ്പോഴും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അങ്ങോട്ട് ഇതേ പൾസിൽ തന്നെ ഇതേ ഹൈ വൈബ്രേഷനിലേക്ക് പോട്ടെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു.